ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ മറുനാടൻ മലയാളിയുടെ കേസുമായൊക്കെ ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായത് വളരെ ചരിത്രപരമായ ഒരു വിധി തന്നെയാണ്. ഒരുപക്ഷെ ഭാവിയിലും നാളെ നിയമലോകം അതിവിശദമായി തന്നെ ചർച്ച ചെയ്യുകയും നിയമത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്യുന്ന ഒന്നാണ് ഈ സുപ്രീം കോടതിയിൽ നിന്നുള്ള അങ്ങയ്ക്ക് ജാമ്യം ലഭിച്ചുകൊണ്ടുള്ള ഈ ഒരു വിധി. ഈ വിധിയെക്കുറിച്ച് ഒരുപാട് ആൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഇത് എന്ത് തരത്തിലുള്ള വിധിയാണ്? ഇത് മുൻകൂർ ജാമ്യമാണോ, അതല്ല ഇതൊരു സ്ഥിര ജാമ്യമാണോ എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതൊരു മുൻകൂർ ജാമ്യം, പക്ഷേ സ്ഥിര ജാമ്യമാണ്. നേരത്തെ നമുക്ക് അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു വിലക്ക് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് വിശദീകരിക്കാമോ കാര്യങ്ങൾ? ഇല്ല, ഇത് പലർക്കും ആശയക്കുഴപ്പമുണ്ട്. പലരും ചോദിക്കുന്നത്, ഇത് കഴിഞ്ഞ കൊല്ലം തന്നെ നിങ്ങൾക്ക് ജാമ്യം കിട്ടിയതല്ലേ, പിന്നെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യമേ പറയട്ടെ, കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ജൂലൈയിൽ സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് മാത്രമാണ് ഇട്ടത്. പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമം അനുസരിച്ച് ശ്രീനിജന്റെ പരാതിയിൽ എനിക്കെതിരെ കേസെടുക്കുന്നു. ആ കേസ് ജില്ലാ കോടതി, എറണാകുളം സെഷൻസ് കോടതി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ജാമ്യം നിഷേധിക്കുന്നു. അതിനുശേഷം അത് കേരള ഹൈക്കോടതി പോകുന്നു. ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുന്നു. ഹൈക്കോടതിയും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും ജാമ്യം നിഷേധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ 1989 പാസാക്കിയ SC/ST അട്രോസിറ്റി ആക്ടില് സെക്ഷൻ 18 ഒരു ബാറുണ്ട്. ഈ ബാർ അനുസരിച്ച് CRPC 435 ബാധകമല്ല. CRPC 435 എന്ന് പറയുന്നത് ഒരാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഈ മുൻകൂർ ജാമ്യം ഈ അട്രോസിറ്റി ആക്ടിന് ബാധകമല്ല എന്നാണ് ഇതൊരു വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സെഷൻസ് ജഡ്ജിനോ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ തരാമായിരുന്നു. പക്ഷേ ഹൈക്കോടതിയും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല. കാരണം ഇങ്ങനെയാണ് ബാർ വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ജാമ്യം തരും എന്നുള്ളൊരു ആശയക്കുഴപ്പം കാരണം ഈ നിയമപ്രശ്നം ഞങ്ങളല്ല ഇടപെടേണ്ടത് എന്ന് പറഞ്ഞ് ജാമ്യം നിഷേധിക്കായിരുന്നു. അപ്പോൾ സർക്കാർ വാസ്തവത്തിൽ മറുനാടനെതിരെ കേസെടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം മറുനാടനെതിരെ സർക്കാർ കേസെടുക്കുന്ന ആദ്യമായിട്ടല്ല. കഴിഞ്ഞ കുറെ കാലമായി സർക്കാർ കേസെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ സർക്കാർ നേരിടുന്ന ഒരു പ്രതിസന്ധി, ജാമ്യമില്ലാത്ത വകുപ്പുള്ള ഒരു കുറ്റകൃത്യവും മറുനാടനെ ചുമത്താൻ പറ്റുന്നില്ല. മറുനാടൻ ചെയ്യുന്ന വീഡിയോകൾ ഡിഫേമേറ്ററി ആണെങ്കിൽ, അതായത് ഒരാളുടെ മാനനഷ്ടം ഉണ്ടാക്കുന്നതാണെങ്കിൽ സർക്കാരിന് കേസെടുക്കാൻ പറ്റത്തില്ല. കേസ് ആരുടെ മാനം പോയോ അവർക്ക് കേസെടുക്കാൻ പറ്റുന്നത്. സർക്കാരിന് മാനം പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ കഴിയില്ല. കാരണം പബ്ലിക്കിന്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തിന് ഒരിക്കലും കേസ് കൊടുക്കാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം KSEB ഒരു കേസ് കൊടുത്തിരിക്കുന്നത് കണ്ടു, ഒരു ചാനലിനെതിരെ, ഒരു ഓൺലൈൻ ചാനലിനെതിരെ. അതും നിയമപരമായി ശരിയാണെന്നൊരു പ്രശ്നമുണ്ട്, അതിനൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം KSEB എന്ന് പറയുന്ന ഒരു കമ്പനി കൂടി ആയതുകൊണ്ട് അവർക്ക് നിയമപരമായി എൻറ്റിറ്റി ഉണ്ടാവാം. പക്ഷെ KSEB കമ്പനി ആണെങ്കിലും സർക്കാർ കമ്പനി ആയതുകൊണ്ട് പൊതുമേഖലയിലെ പണം ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് ചില പരിമിതികൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഡിഫമേഷൻ കേസ് വ്യക്തികളാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്ഥാപനമാണ് കൊടുക്കേണ്ടത്, സർക്കാരിന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ സർക്കാരിനെ മറുനാടനെതിരെ എടുക്കാൻ കഴിയുന്ന കേസുകൾ പരിമിതമാണ്. വേണമെങ്കിൽ എന്താണ് പറയുന്നത്, ദുരിതാശ്വാസ നിയമം അനുസരിച്ചോ അല്ലെങ്കിൽ കേരള പോലീസ് ആക്ടിൽ 120O എന്ന് പറയുന്ന വകുപ്പുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് വഴി ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ്. ഇതെല്ലാം ജാമ്യമുള്ള വകുപ്പാണ്. അപ്പൊ സർക്കാരിനെ കഴിഞ്ഞ കുറെ കാലമായി മറുനാടിനെ പൂട്ടാൻ ശ്രമിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏഷ്യാനെറ്റിനെ പൂട്ടുന്നു, അങ്ങനെ പൂട്ടുന്നു, ഇങ്ങനെ പൂട്ടുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ കേസുകളെല്ലാം ജാമ്യമുള്ള കേസുകളാണ്. ജാമ്യമുള്ള കേസിന്റെ പ്രത്യേകത, നമ്മൾ ഒന്ന് കോടതിയിൽ പോയി ജാമ്യം എടുക്കണം, പിന്നെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാൻ നേരം പോകണം, പിന്നീട് വിചാരണയ്ക്ക് പോയാൽ മതി. വാസ്തവത്തിൽ കള്ളക്കേസുകൾ വിചാരണ പരിധികളില്ല. അവൾ മറുനാടിനെതിരെ പല കേസുകളും ഇതിനു മുമ്പ് എടുത്തെങ്കിലും ഇതെല്ലാം ജാമ്യമുള്ള കേസുകളായിരുന്നത് കൊണ്ട് കോടതി ഇപ്പോൾ ജാമ്യം എടുത്തു പോകുന്നു. അപ്പം ജാമ്യമില്ലാത്ത ഒരു കേസ് എടുക്കാൻ സർക്കാർ ശ്രമിച്ചിട്ട് ഒരു വഴിയും ഇല്ലാതെ വന്നപ്പോഴാണ് ഈ അട്രോസിറ്റി ആക്ട് എടുക്കുന്നത്. അട്രോസിറ്റി ആക്ടിന്റെ പ്രത്യേകത നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അതായത് 153A എന്ന് പറയുന്നത്, ഇപ്പോൾ സെക്ഷൻ മാറി IPC ആയിരുന്നപ്പോൾ 153A മറുനാടിനെതിരെ പിന്നീട് പലതവണ സർക്കാർ ചുമത്തി. അതായത് രണ്ട് മതങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സമൂഹങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിന് വേണ്ടി അത് ജാമ്യമില്ലാത്ത വകുപ്പാണ്. പക്ഷെ ആ ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുത്താൽ പോലും നമ്മളൊരു കോടതിയിൽ ചെന്നാൽ, സെഷൻസ് കോടതിയിൽ ചെന്നാലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ചെന്നാലും ജാമ്യം തരാൻ ബാധ്യസ്ഥരാണ്. കാരണം 7 വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് വന്നാൽ അയാൾ സമൂഹത്തിന് ഭീഷണി, അല്ലെങ്കിൽ അയാൾ വീണ്ടും ആ കുറ്റകൃത്യം ചെയ്യുകയും മറ്റൊരാളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ജാമ്യം കൊടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ജാമ്യമില്ലാത്ത കേസെടുത്താലും, അതായത് 153A പോലുള്ള ജാമ്യമില്ലാത്ത കേസെടുത്താലും എനിക്ക് ജാമ്യം തരേണ്ടി വരും.
ആകെപ്പാടെ ചെയ്യാൻ കഴിയുന്നതിനെ അറസ്റ്റ് ചെയ്ത് PC ജോർജിനെ കൊണ്ടുപോയതുപോലെ കോടതി ഹാജരാക്കുക, ജാമ്യം തരും. അവിടെയാണ് സർക്കാർ ഈ അട്രോസിറ്റി ആക്ട് എടുക്കുന്നത്. അട്രോസിറ്റി ആക്ടിന്റെ അകത്ത് സെക്ഷൻ 18 അനുസരിച്ച് ഈ മുൻകൂർ ജാമ്യം ബാൻ ചെയ്തിരിക്കുകയാണ്. സ്പെഷ്യൽ കോടതിക്കോ, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് സ്പെഷ്യൽ കോടതി, സ്പെഷ്യൽ കോടതിക്കോ ഈവൻ ഹൈക്കോടതിക്കോ പോലും ഹൈക്കോടതിക്ക് തരാം, എങ്കിൽ പോലും പരിമിതികളുണ്ട്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് മറുനാടനെ പൂട്ടിയേ മതിയാവും എന്ന് വാശിയിൽ പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് അമേരിക്കയിലായിരിക്കുന്ന 2 ആഴ്ച കാലയളവിൽ എന്നെ പൂട്ടുക എന്ന രീതിയിൽ കേസെടുക്കുന്നത്. അപ്പോൾ ആ കേസില് സർക്കാർ വിചാരിച്ചതുപോലെ നടന്നു. ആദ്യത്തെ ഘട്ടത്തിൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു. സർക്കാർ വേണേനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു, അറസ്റ്റ് ചെയ്തില്ല. കാരണം അവരെ ഹൈക്കോടതിയിൽ കൂടി ജാമ്യം നിഷേധിച്ചിട്ട് അറസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മാറുന്നു. ഹൈക്കോടതിയിലെ ജാമ്യം നിഷേധിച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്ന തിരക്കഥയുടെ ഭാഗമായി, അവർക്കറിയാം ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടെന്ന്. അങ്ങനെ ആ തിരക്കഥയുടെ ഭാഗമായി എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്നെ കിട്ടുന്നില്ല. ഇവിടെയാണ് സർക്കാരിന് ആദ്യത്തെ പാളിച്ചുണ്ടാകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെയാണെന്ന് അവർക്കൊരു പിടിയുമില്ല. മറുനാടൻ ഓഫീസ് മുഴുവൻ അടിച്ചു കൊടുക്കുന്ന ആത്മാനൊന്നുണ്ട് ഇല്ലേ? അത് തീർച്ചയായും. ആ, ഇവിടെ നമ്മുടെ ഓഫീസിലൊക്കെ തന്നെ അന്ന് വന്ന് റെയ്ഡ് നടത്തിയിരുന്നല്ലോ. അതാ പറഞ്ഞത്. മറുനാടൻ ഓഫീസ് മുഴുവൻ അരിച്ചു പറക്കി, മുഴുവൻ കമ്പ്യൂട്ടർ. ഓർക്കണം, ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പോലീസിന് വേണമെങ്കിൽ എടുക്കാവുന്നത്, സത്യം പറഞ്ഞാൽ ആ വീഡിയോ, ഈ കേസിനാസ്പദമായ വീഡിയോ ഞാൻ ചെയ്തത് ലണ്ടനിൽ വെച്ച്. ലണ്ടനിൽ വെച്ച് ഞാൻ ചെയ്ത കേസിൽ ലണ്ടനിൽ വന്നാണ് അവര് റിക്കവർ ചെയ്യേണ്ടത്. ഈ അവിടുത്തെ വന്നാൽ, കാരണം അത് വളരെ വ്യക്തമാണ്. എന്റെ പാസ്പോർട്ട് നോക്കിയാൽ അറിയാം ഞാൻ ലണ്ടനിലായിരുന്നത്. അതുകൊണ്ട് ആ കേസിനെ ഒരു തെളിവും എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നിട്ടും വന്ന് തെളിവെടുക്കാതെ ഇനി എടുക്കണമെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് പരിശോധിക്കുക. ഹാർഡ് ഡിസ്കിനകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും, നമ്മൾ ഡിലീറ്റ് ചെയ്താലും. അപ്പോൾ ആ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോകുക. ഇത് മാത്രമാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് ക്യാമറയുടെ മെമ്മറി കാർഡ് കൊണ്ടുപോകുക. ഇതിനപ്പുറത്തേക്ക് ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷെ പോലീസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ മുഴുവൻ കമ്പ്യൂട്ടറുകളും മോണിറ്ററുകളും മൗസ് പാഡുകളും ക്യാമറകളും എല്ലാ സാധനവും കൊണ്ടുപോയി. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്നെ അടച്ച് ജയിലിൽ അടച്ചുക, മറുനാടിന്റെ എല്ലാ എക്യുപ്മെന്റ്സും പോവുക, ജീവനക്കാരെ ഭയപ്പെടുത്തുക, അതോടെ മറുനാടൻ പൂട്ടുന്നതായിട്ട് പ്ലാൻ. പക്ഷെ ആ ഒരു പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഒളിവിൽ പോയത്? ഒളിവിൽ പോയില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. കാരണം നമ്മൾ ചിലർ ചോദിക്കും, നമ്മൾ കുറ്റം ചെയ്തോ ഇല്ലയോ പേടിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ കുറ്റം ചെയ്തില്ല, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? കുറ്റം ചെയ്തില്ലെങ്കിലും നമ്മൾ ഭയപ്പെടണം. കാരണം നമ്മളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് നമ്മൾ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള സമയം അത്രയും കാലം നമുക്ക് നഷ്ടപ്പെടും. ഞാൻ ജയിലിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും മറുനാടിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. സർക്കാർ ആഗ്രഹിച്ചതാണ്. അതിനുവേണ്ടി ഞാൻ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. ഞാൻ ഒരു സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തിട്ടില്ല. ഇനി ഞാൻ കുറ്റകൃത്യം ചെയ്തെങ്കിൽ തന്നെ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തിട്ടില്ല. എന്നിട്ടും എന്നെ ജയിലിൽ അടയ്ക്കുക, എന്നെ നിശബ്ദനാക്കാൻ വേണ്ടി, മറുനാടൻ കൂട്ടാൻ വേണ്ടിയാണ് സർക്കാർ ലഭിച്ചത്. എന്നിട്ട് കിട്ടുന്നില്ല. കിട്ടാതെ വരുമ്പോൾ അവര് ഏതാണ്ട് 2000 പോലീസുകാര്, നിരവധി ആളുകൾ, ഇപ്പൊ ഈ ശശിധരനോട് പിണറായി, നമ്മുടെ മലപ്പുറം SP ആയിരുന്ന ശശിധരനോട് അൻവറിന് ഇത്രയധികം വിരോധമുണ്ടാകാൻ കാര്യം, അന്ന് എറണാകുളത്തെ DCP ആയിരുന്നു ശശിധരൻ. അപ്പൊ DCP ആയിരുന്ന ശശിധരനായിരുന്നു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നത്. പക്ഷെ നടന്നില്ല. അപ്പൊ എന്നോട് കൊച്ചിയിലെ ഒരു അഭിഭാഷകൻ പറഞ്ഞത്, ശശിധരൻ വിളിച്ചിട്ട് കരഞ്ഞു, എങ്ങനെയെങ്കിലും മാനം രക്ഷിക്കണം, പ്രഷർ സഹിക്കാൻ കഴിയുന്നില്ല, എങ്ങനെയെങ്കിലും ഒരു സൂചന, എവിടെയാണെന്നൊരു സൂചന തരണമെന്നാണ് എറണാകുളത്തെ അഭിഭാഷകരെ ശശിധരൻ വിളിച്ച് ചോദിച്ചെന്ന് പറയും. അത്തരം പ്രഷർ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നു. അവർക്ക് എന്നെ പിടിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇത് ഞാനും എന്റെ മിടുക്കല്ല, എന്റെ ആത്മാവിന് പോലും അറിയത്തില്ല ഞാൻ ഇവിടെ ആയിരുന്നു. എന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് പോലും അറിയത്തില്ല ഞാൻ ഇവിടെ ആയിരുന്നു. ഇപ്പോഴും അറിയത്തില്ല, അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ അതീവ രഹസ്യമായി പല താവളങ്ങളിലൂടെ മാറി നിയമപരമായ സാധ്യത തേടി. നമുക്കറിയാം, നിയമം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത, നമുക്ക് നിയമവാഴ്ചയുള്ള രാജ്യമാണ്. നമുക്ക് കോടതി സംവിധാനങ്ങൾ കറപ്റ്റഡ് അല്ല. ആ ഒരു ആത്മവിശ്വാസത്തിൽ, ഭരണഘടന വിശ്വാസത്തിൽ നമ്മൾ കാത്തിരുന്നു. സുപ്രീം കോടതി അപ്പൊ എന്ത് ചെയ്തു? അറസ്റ്റ് തടഞ്ഞു. സുപ്രീം കോടതിക്ക് കേസ് വിശദമായി വാദിക്കാൻ സമയം കിട്ടിയില്ല. സുപ്രീം കോടതി ഈ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. അതായിരുന്നു അന്ന് സംഭവിച്ചത്. പിന്നീട് സുപ്രീം കോടതി 4 ആഴ്ചത്തേക്ക് മാറ്റിവെച്ചെങ്കിലും ഇത് പരിഗണിക്കുന്നത് 1 വർഷം കഴിഞ്ഞാണ്. ഈ 1 വർഷത്തിന് ശേഷം കോടതി പരിഗണിക്കുന്നതിന് വേറൊരു ബെഞ്ചാണ്, ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചല്ല. അന്ന് ആദ്യത്തെ കേസിൽ പണ്ട് ഹൈക്കോടതി ജഡ്ജായിരുന്ന ഗിരി, അതുപോലെ തന്നെ രഞ്ജിത് കുമാർ, ഹാരിസ് ബീരാൻ, ഇവരെല്ലാമായിരുന്നു ആദ്യം പങ്കെടുത്തത്. പക്ഷെ രണ്ടാമത് വാദിക്കാൻ വന്നപ്പോൾ ഹാരിസ് ബീരാൻ മാത്രമല്ല. ശ്രദ്ധിക്കണം, ആരാണ് ഹാരിസ് ബീരാൻ? മുസ്ലിം ലീഗിന്റെ MP ആണെന്ന് പറയണം ഹാരിസ് ബീരാൻ. ഹാരിസ് ബീരാനാണ് ഈ പറയുന്ന CPM വേണ്ടി ഈ കേസ് വാദിക്കാൻ അവിടെ എത്തുന്നത്. ആ കേസ് അവർ വാദിച്ചു.
ആ കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള അപേക്ഷ അൻവർ പോസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടു, എഫ്ഐആർ റദ്ദാക്കിയില്ല, മറ്റേ ഒന്നും ചെയ്തില്ല, അന്വേഷണ എഫ്ഐആർ റദ്ദാക്കണമെങ്കിൽ എഫ്ഐആർ റദ്ദാക്കാൻ അപേക്ഷ കൊടുക്കണം. ഇവിടെ പോയിരിക്കുന്ന അപേക്ഷ മുൻകൂർ ജാമ്യം തരണമെന്നുള്ളതാണ്. ആ മുൻകൂർ ജാമ്യം ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ ഇനി അതിന്റെ കേസിന്റെ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുൻകൂർ ജാമ്യം കിട്ടി, ഞാൻ ഇനി അന്വേഷണത്തോട് സഹകരിക്കണം. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കോടതി കഴിഞ്ഞ 1.5 വർഷം അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി അന്വേഷണത്തിന് തടസ്സം നിന്നിട്ടില്ല. സുപ്രീം കോടതിയുടെ മുമ്പിൽ കേസുണ്ട്, അറസ്റ്റ് ചെയ്യരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ കേസ് എടുക്കാൻ സർക്കാരിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാമായിരുന്നു, എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാമായിരുന്നു, തെളിവ് റിക്കവർ ഇതെല്ലാം ചെയ്യാമായിരുന്നു. കാരണം അവരങ്ങനെ കൊണ്ടുപോയില്ല കമ്പ്യൂട്ടറൊക്കെ. ഇതൊന്നും ഇവർ കഴിഞ്ഞ 1 വർഷം ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഇവരോട് നിങ്ങൾ ആവശ്യത്തിന് കണ്ടീഷൻ വെച്ചോളൂ, അന്വേഷണം മുമ്പോട്ട് പോയിക്കോളാൻ. പക്ഷെ അവിടെ ഒരു പ്രശ്നം ബാക്കി കിടക്കുകയാണ്. കേസ് നിലനിൽക്കത്തില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. കേസിലെ എല്ലാ വകുപ്പുകളും ചാർജ് ഇരിക്കുന്ന എല്ലാ വകുപ്പുകളും അസാധുവാണെന്ന് കോടതി പറഞ്ഞു. പിന്നെ എന്താ അന്വേഷണമാണ് പ്രശ്നം? അന്വേഷിക്കണമെങ്കിൽ കുറ്റകൃത്യം ഉണ്ട് എന്ന് സംശയിക്കണം. കുറ്റകൃത്യം ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം എന്ത് അന്വേഷണമാണ് ഇനി ഉണ്ടാവുന്നതെന്ന് അറിയില്ല. കേസ് അന്വേഷണം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ച്? നിയമപരമായി നിലനിൽക്കാത്ത ഈ വകുപ്പുകൾ നിലനിൽക്കാതിരിക്കുന്നത് എന്താണ് അന്വേഷിക്കുന്നത്? അതാണ് അടുത്ത. എന്തായാലും ആ കേസിന് അതിൽ സംശയം ഇതാണ്, ആ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അന്ന് കൊടുത്തതിന് ഇന്നാണ് മുൻകൂർ ജാമ്യം അനുവദിച്ച് കിട്ടുന്നത്. നേരത്തെ അറസ്റ്റ് തടഞ്ഞതേ ഉള്ളൂ. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഞാൻ ഒന്നും ചോദിച്ചോട്ടെ, എനിക്ക് ഇന്നലെ നമ്മുടെ ഈ വാർത്ത കൊടുക്കുമ്പം മനസ്സിലായിരിക്കും, എനിക്ക് അത്ര നിയമപരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് തോന്നിയൊരു കാര്യം, കോടതിയുടെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന്, ഒരാൾ ഈ കേസിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ, പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ജാമ്യം കൊടുക്കാനേ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത്. മറ്റേ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ പട്ടികജാതിക്കാരനാണ് എന്ന് നമുക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ പേരിൽ അങ്ങനെ കേസെടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ആ ഭാഗം രണ്ടും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ രാജ്യത്തുള്ള IPC അടക്കമുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾക്ക് പുറമെ ചില സ്പെഷ്യലിസ്റ്റ് നിയമങ്ങളുണ്ട്. പോക്സോ നിയമം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമത്തെ തടയാൻ പോക്സോ നിയമം, അല്ലെങ്കിൽ മയക്കുമരുന്നും ലഹരിക്കുമെതിരെയുള്ള നിയമം, അത്തരത്തിൽ ഒരുപാട് അഡീഷണൽ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ IPC അതിപ്പോൾ BNS ആ നിയമമാണ് പൊതുവെ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ ചുമത്തുന്ന വകുപ്പുകളും. CRPC ആ നിയമത്തിന്റെ പ്രൊസീജിയറാണ്. എവിഡൻസ് ആക്ട് എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ ഇതിലൊക്കെ ചില ഇളവുകളുണ്ട്. അതിലൊന്ന് ബെയിൽ എന്ന് പറയുന്നത് അക്യൂസ്ഡിന്റെ റൈറ്റ് ആണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എങ്ങനെ വിശദീകരിക്കുന്നത്, ഈ കൊഗ്നൈസബിൾ ഒഫൻസും നോൺ കൊഗ്നൈസബിൾ ഒഫൻസും. കൊഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ ഈ 3 വർഷത്തിലധികമായിരിക്കും പൊതുവെ തടവ് കിട്ടുന്നത്. ഈ 3 വർഷത്തിൽ താഴെയുള്ള കുറ്റകൃത്യമാണെങ്കിൽ ജാമ്യം എന്ന് പറയുന്ന റൈറ്റ് ആണ്, മൗലികാവകാശം കിട്ടിയിരിക്കും. 3 വർഷത്തിലോ അതിൽ കൂടുതലോ കുറ്റകൃത്യം കിട്ടുന്ന ശിക്ഷ കിട്ടുന്ന കൊഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ ജാമ്യം നമ്മുടെ അവകാശമല്ല, കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. കോടതിക്ക് വേണമെങ്കിൽ ജാമ്യം കൊടുക്കാതിരിക്കാം. ഇതാണ് വകുപ്പ്. 7 വർഷത്തിലധികം തടവ് കിട്ടുന്ന കുറ്റകൃത്യമാണെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 7 വർഷത്തെ താഴെയാണ് കൊടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ പോളിസി. ഇതാണ് പൊസിഷൻ. പക്ഷേ ചില സ്പെഷ്യൽ ആക്ടുകൾക്ക് ഇത് ബാധകമല്ല. പോക്സോയും ഈ SC/ST അട്രോസിറ്റി ആക്ടും ആ സ്പെഷ്യൽ ആക്ടാണ്. ഈ SC/ST അട്രോസിറ്റി ആക്ടിലെ സെക്ഷൻ 18 കൃത്യമായി CRPCയിലെ 435 ഏർപ്പെടുത്തിയത്. 435 ആണ് ഈ പറയുന്ന മുൻകൂർ ജാമ്യത്തെ കുറിച്ചുള്ളത്. അപ്പം മറ്റു കേസിൽ മുൻകൂർ ജാമ്യം കിട്ടുമെങ്കിലും അട്രോസിറ്റി ആക്ട് ഉണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം കൊടുക്കുന്നതിന് ബാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം വരുന്നു, ഈ ബാർ ഏത് തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും? അപ്പം സെഷൻസ് കോടതി പരിഗണിച്ചപ്പോഴും ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ബാർ അവിടെ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ജാമ്യം തരാൻ പറ്റത്തില്ല. ഇത് രാജ്യത്ത് വ്യാപകമായി മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇതാണ് കോടതി നിസ്സഹായത, കാരണം നിയമം ഇതാണ്. അപ്പൊ ഇത് തന്നെയായിരുന്നു എന്റെ കാര്യത്തിലും കോടതിക്കുണ്ടായ പ്രശ്നം. സെഷൻസ് കോടതിയും ഹൈക്കോടതിയും നേരിട്ട പ്രതിസന്ധി ഈ ബാർ നിലനിൽക്കുമ്പോൾ എങ്ങനെ ജാമ്യം തരൂ എന്നത് പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ജാമ്യം നിഷേധിക്കപ്പെടുന്നു. ആ ഒരു വിഷയമാണ് സുപ്രീം കോടതി അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കേസിന് ഇത്രയും പ്രാധാന്യം വന്നത്. പലപ്പോഴും നമ്മൾ 100 കണക്കിന് കേസുകൾ സുപ്രീം കോടതിയുടെ മുമ്പിലെത്തും, അൻവർ പറഞ്ഞതുപോലെ. പക്ഷെ അങ്ങനെ എത്തുന്ന കേസുകൾ തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം പോലെ അല്ല ഈ തീരുമാനം. അവിടെയാണ് അതിന്റെ പ്രാധാന്യം. അതായത് ഇപ്പൊ എന്റെ കേസ് സാധാരണ ഒരു കേസായിരുന്നു. സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചു. ഞാൻ സുപ്രീം കോടതി പോയി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി ഒരു പാരഗ്രാഫേ കാണത്തുള്ളൂ. നിന്റെ കേസ് പരിഗണിച്ചു, നീ നിരപരാധിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നിന്റെ അപേക്ഷ അനുവദിച്ചിരിക്കുന്നു.
അല്ലെങ്കിൽ നിന്റെ കേസ് പരിഗണിച്ചു, പ്രഥമ ദൃഷ്ടിയ നീ നിരപരാധിയല്ല, നിന്റെ അപേക്ഷ തിരസ്കരിച്ചിരിക്കുന്നു. സുപ്രീം കോടതിക്ക് അത്ര നേരമുണ്ട്. കാരണം അതോടുകൂടി നമ്മുടെ ഇൻഡിവിജ്വൽ കേസ് തീർന്നു. പക്ഷെ ഇവിടെ സുപ്രീം കോടതി ഇതിനെ ഒരു ടെസ്റ്റ് കേസായിട്ട് എടുക്കുന്നു. റിപ്പോർട്ടബിൾ എന്നാണ് അതിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി സമയം കൊടുത്ത് പഠിച്ച് രേഖകൾ എല്ലാം ഉൾപ്പെടുത്തി കൊടുക്കുന്ന ഒരു വിധിയാണ്. ഈ സുപ്രീം കോടതി വിധികൾ പുസ്തകമായി വരാറുണ്ട്. ഈ പുസ്തകം ആണ് ഈ എല്ലാ അഭിഭാഷകർക്കും പിന്നീട് പോകുന്നതും അതുപോലെ തന്നെ എല്ലാ ലോ കോളേജുകളിലേക്കും പോകുന്നതും. എല്ലാ വിധികളും അങ്ങനെ വരത്തില്ല. വളരെ പ്രാധാന്യമുള്ള നിയമപ്രശ്നങ്ങളെ സുപ്രീം കോടതി അഡ്രസ് ചെയ്ത് റിപ്പോർട്ടബിൾ ആണ്. റിപ്പോർട്ടബിൾ ആയിട്ടുള്ള കേസുകൾ ഇങ്ങനെ പരിഹരിക്കാം. അങ്ങനെ സുപ്രീം കോടതി റിപ്പോർട്ടബിൾ കേസായിട്ട് എടുത്തു. റിപ്പോർട്ടബിൾ തന്നെ മണ്ടൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതാണ്ട് 70-80 പേജ് വിധിനായിട്ടുള്ളത്. കേസിന്റെ ചരിത്രം, പശ്ചാത്തലം, പരാതി, നിയമപ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഈ 5 ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങളെ കോടതി ഇപ്പൊ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് പോലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫിലോസഫേഴ്സിന്റെ കോട്ടുകൾ പോലും ഉപയോഗിച്ചാണ് കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതായത് ഷാജൻസ്കറിയായ അല്ലെങ്കിൽ മറുനാടൻ മലയാളി എന്ന ഒരു വ്യക്തിയോ ഒരു സ്ഥാപനത്തിനോ നീതി കിട്ടുക എന്നതായിരുന്നില്ല സുപ്രീം കോടതിയുടെ ലക്ഷ്യം. നേരെ മറിച്ച് രാജ്യത്ത് എവിടെയെങ്കിലും ഈ ബാറ് കാരണം, ഞാൻ പറഞ്ഞ സെക്ഷൻ 18 ബാറ് കാരണം രാജ്യത്ത് എവിടെയെങ്കിലും സാധാരണ മനുഷ്യന് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ ആവർത്തിക്കരുത് എന്നതായിരുന്നു സർക്കാർ കോടതിയുടെ ലക്ഷ്യം. അവിടെയാണ് ഈ കേസിന്റെ പ്രസക്തി. നമ്മുടെ ഒരിക്കൽ ഈ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഹൈക്കോടതി അന്ന് ഈ കേസ് പരിഗണിച്ച കൂട്ടത്തിൽ നമുക്കെതിരെ കേസ് കൊടുത്ത ആളിൻ്റെ ഭാര്യാപിതാവിനെക്കുറിച്ച് പരാമർശം നടത്തിയ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത് പിന്നീട് സുപ്രീം കോടതി പോയപ്പോൾ അക്കാര്യം പരിഗണിച്ചിട്ടുമില്ല. അപ്പോൾ ഇന്നലെ വന്ന ഈ നമുക്ക് അനുവദിച്ച ഈ ഹർജിയിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ? ഇല്ല, അത് ഈ നമ്മുടെ കേസ് സുപ്രീം കോടതി ഇന്നലെ കൈകാര്യം ചെയ്തത് എന്റെ വ്യക്തിപരമായ കേസായിട്ടേ അല്ല. ആ കേസിലെ ഒരു കാര്യത്തിലേക്കും സുപ്രീം കോടതി പോയിട്ടില്ല. സുപ്രീം കോടതി ആകെപ്പാട് ഒറ്റ കാര്യം മാത്രമാണ് ഇതിനപ്പുറത്തേക്ക് കടന്ന് ഈ കേസിനെ കുറിച്ച് പറഞ്ഞത്. അതായത് ഇത് ഡിഫേമേറ്ററി ആണോ അല്ലയോ എന്ന് തർക്കമുണ്ട്. കാരണം ഇവർ ഉന്നയിച്ചിരുന്നത് ഡിഫേമേറ്ററി ആണ് എന്നാണ്. അപ്പൊ സുപ്രീം കോടതി അതേക്കുറിച്ച് പറയുന്നത് ഡിഫേമേറ്ററി ആവാം. കാരണം എന്താ വെച്ചാൽ ഇതിൽ വളരെ ഹാർഷ് ആയിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ഈ ഹാർഷായ പ്രയോഗങ്ങൾ ഒരുപക്ഷെ ഡിഫേമേറ്ററി ആകാം. പക്ഷെ ഡിഫേമേറ്ററി ആണോ അല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നില്ല. അത് ഞങ്ങളുടെ പണിയല്ല. കാരണം ഞങ്ങൾ പരിശോധിക്കുന്നത് SC/ST അട്രോസിറ്റി ആക്ട് നിലനിൽക്കുമോ എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഡിഫേമേറ്ററി ആണ് എന്ന് പരാതിക്കാരന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് റെമഡി എടുക്കാം, ഡിഫേമേഷൻ കേസ് കൊടുക്കാം. അത് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. കാരണം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഡിഫേമേഷൻ അല്ല, ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന അട്രോസിറ്റി ആണ്. അതുകൊണ്ട് ഈ അട്രോസിറ്റി ആക്ടിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് പോവുകയല്ലാതെ ഇൻഡിവിജ്വലി ഈ കേസിലെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോയി അല്ലെങ്കിൽ KG ബാലകൃഷ്ണനെ കുറിച്ചുള്ള പരാമർശം അല്ലെങ്കിൽ പൊളിറ്റിക്സ് നമ്മുടെ പൊളിറ്റിക്കൽ വെൻഡേറ്റ നമ്മൾ പറഞ്ഞിരുന്നു. ഇവര് നമ്മളോട് നമ്മൾ ഉത്തരവാദിത്വമില്ലാതെ എല്ലാവരെയും കുറിച്ച് ചീത്ത വിളിക്കുന്നു, ഡിഫെയിം ചെയ്യുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു. ഇവർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് പൊളിറ്റിക്കൽ അജണ്ടയാണ്, നമ്മളെ രാഷ്ട്രീയം ഇതൊന്നും സുപ്രീം കോടതി പരിഗണിച്ചില്ല. ഈ 2 ഭാഗവും സുപ്രീം കോടതി പരിഗണിച്ചില്ല. സുപ്രീം കോടതി ഇതിനെ എടുത്തത് ഒരു ടെസ്റ്റ് കേസായിട്ടാണ്. അട്രോസിറ്റി ആക്ട് ഇങ്ങനെ നിലനിൽക്കുമോ, അവിടെയാണ് ഈ നമ്മൾ പ്രധാനപ്പെട്ട തർക്ക വിഷയമാണ്. ഒന്ന്, നിങ്ങൾ പറഞ്ഞ 4 ചോദ്യങ്ങൾ സുപ്രീം കോടതി നേരിട്ടു. ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഒരാൾ പട്ടികജാതിക്കാരനാണ് എന്നതുകൊണ്ട് മാത്രം അയാൾക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും SC/ST അട്രോസിറ്റി ആക്ടിൽ ബാധകമാണോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഏറ്റവും സുപ്രധാനം. ഇപ്പൊ അങ്ങനെയായിരുന്നു. പട്ടികവർഗക്കാരനായ ഒരാൾ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ അയാൾ ചെയ്ത കുറ്റകൃത്യം എന്താണെങ്കിലും, ഒരു പക്ഷെ തല്ലിയതാവാം, അല്ലെങ്കിൽ അയാൾ വഞ്ചിച്ചതാവാം, പണം കൊടുത്തിട്ട് പണം തിരിച്ചു കൊടുക്കാതിരുന്നാവാം, എന്ത് കേസാണെങ്കിലും അതിൽ SC/ST അട്രോസിറ്റി ആക്ട് കൂടി ഉൾപ്പെടുത്തു വരും. സുപ്രീം കോടതി അതിന് കൃത്യമായി മറുപടി പറഞ്ഞു. അത് ആദ്യം ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നല്ലോ, എയും ബിയും തമ്മിൽ കോൺട്രാക്ട് ഉണ്ടാക്കുന്നു, ബി പൈസ കൊടുക്കുന്നില്ല. ഉടനെ ബി എയോട് പറയുന്നു നീ ചീറ്റാണെന്ന് പറയുന്നു, നീ വഞ്ചകനാണ് എന്ന് പറയുന്നു. അപ്പൊ എ പറയുന്നു ഞാൻ SC/ST കാരനാണ്, എനിക്കെതിരെ എന്റെ വഞ്ചകൻ എന്ന് വിളിച്ചു, അത് SC/ST അട്രോസിറ്റി ആക്ട് എങ്ങനെയാവുമെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിച്ചു. ഇതേപോലെ കോടതി ഒരു കാര്യത്തിൽ നിഗമനത്തിലെത്തി. അതാണ് ഏറ്റവും നിർണായകമായി കണ്ടെത്തൽ. ഒരാൾ പട്ടികജാതിക്കാരനോ പട്ടികവർഗക്കാരനോ ആയതുകൊണ്ട് അയാൾ കൊടുക്കുന്ന എല്ലാ കേസിലും, അയാൾ വാദിയായിരിക്കുന്ന എല്ലാ കേസിലും പട്ടികജാതിക്കാരനോ പട്ടികവർഗക്കാരനോ അല്ലാത്ത ഒരാൾക്കെതിരെ ഈ അട്രോസിറ്റി ആക്ട് ചാർജ് ചെയ്യാൻ പാടില്ല. അയാളെ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ അയാളുടെ അവസ്ഥയുടെ പേരിൽ അയാൾ അധിക്ഷേപിച്ചാൽ, ഇപ്പോൾ
ഇപ്പോൾ പരാതിക്കാരനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ ജാതിക്കാരല്ല ഇങ്ങനെയാടാ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ ജാതീയമായ ഈ വീഴ്ച, അതിനേക്കാൾ ഉയർന്ന ജാതിയുള്ള ഒരാൾ ഞാൻ കേമനാണ്, നിന്റെ മോശം ജാതിയാണ് എന്ന തരത്തിൽ എന്ന് കുറ്റക്ക് ഒരാളെ തല്ലുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ജാതി വിളിച്ച് അധിക്ഷേപിക്കുന്നു, വളരെ കൃത്യം, ജാത്യാധിക്ഷേപം. ഇനി ജാതി പറഞ്ഞുകൊണ്ട് തല്ലുന്നു, അല്ലെങ്കിൽ ജാതി പറഞ്ഞുകൊണ്ട് കുത്തിക്കൊല്ലുന്നു, അല്ലെങ്കിൽ ജാതി പറഞ്ഞുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നു. അതായത് നീ പിന്നോക്ക ജാതിക്കാരനാണ്, നീ ബലാത്സംഗത്തിന് ഇരയാകാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബലാത്സംഗം ചെയ്തു. അപ്പം അവിടെയാണ് ഈ വകുപ്പ് ചാർത്തിക്കുന്നത്. ഇത് പറയാതെ, അതായത് ജാതി പറയാതെ തന്നെയാണ് ബലാത്സംഗം ചെയ്തതെങ്കിൽ അതിനകത്ത് നിയമം ഇല്ല. ജാതി പറയാതെയാണ് കൊല്ലുന്നതെങ്കിൽ അട്രോസിറ്റി ഇല്ല. അപ്പൊ ഈ ഒരു ക്ലാരിറ്റിയാണ് സുപ്രീം കോടതി സുപ്രധാനമായും ഇതിൽ വന്നിരിക്കുന്നത്. ഇതുകൊണ്ടാണ് രാജ്മോഹൻ ശ്രദ്ധിക്കേണ്ടത്, ഇത് സുപ്രധാനമായ വിധിയാണ്. കാരണം ഇതുവരെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാൾ കൊടുക്കുന്ന എല്ലാ പരാതികളും SC അട്രോസിറ്റി ആക്ട് രജിസ്റ്റർ ചെയ്യും, അതോട് ജാമ്യം നിഷേധിക്കപ്പെടുകയാണ്. അതിനും ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മുടെ ലക്ഷ്മി നായർക്കെതിരെ അന്ന് സമരം ചെയ്ത ഒരു പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ അങ്ങനെ കേസുണ്ടായിരുന്നു. പക്ഷെ ലക്ഷ്മി നായർ അറസ്റ്റ് ചെയ്തൊന്നുമില്ല. പക്ഷെ പക വീട്ടാനാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അപ്പൊ അതിന് സുപ്രീം കോടതി തടയിട്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന 2 നിയമങ്ങളാണ്. ഒന്ന് പട്ടികജാതി പട്ടികവർഗ അട്രോസിറ്റി നിയമവും, മറ്റൊന്ന് സ്ത്രീകൾക്കെതിരായ പീഡനങ്ങളും. അപ്പോൾ ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ആയുള്ള പ്രത്യേക പരിരക്ഷ അത് ഒരു പരിധിവരെ നമ്മൾ അയൽ സംസ്ഥാന തമിഴ്നാട്ടിൽ പോലും അവിടെ ഇപ്പോഴും ജാതീയ ഈ ദുരഭിമാന കൊലയും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അത്തരം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇതിൻ്റെ പേരിൽ ആളുകളെ കേസെടുത്ത് പീഡിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിക്ക് ഈ സുപ്രീം കോടതിയിൽ ഉത്തരവ് വലിയൊരു മാറ്റം വരുത്തില്ലേ? എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. കേരളത്തിൽ ഇങ്ങനെ ജാതീയമായ അധിക്ഷേപം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ജാതി ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ ദളിതരുടെ ജീവിതം നമ്മൾ പറയുന്നതിനേക്കാൾ ഭയാനകമാണ്. ഈ ദളിത് മനുഷ്യർ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ, അവർ നിറത്തിന്റെ പേരിലും അവരുടെ അവസ്ഥയുടെ പേരിലും മനസ്സുകൊണ്ടെങ്കിലും അധിക്ഷേപിക്കുന്നവരാണ് നമ്മളും. ഇത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. ജാതിയുടെ പേരിൽ തന്നെ വിവേചനമുണ്ട്. അത് വടക്കേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലുമുണ്ട്. പിന്നെ കേരളം കുറച്ചുകൂടി വിവരമുള്ള ആളുകളെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ വിവരമുണ്ട് ധരിക്കുന്നതുകൊണ്ട് വരുന്നില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് കേരളത്തിലും ഈ നിയമം ബാധകമാണ്. പക്ഷേ അത് ദുരുപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് തടയണം. ശ്രീനിജന് ഡിഫമേഷൻ കേസ് കൊടുക്കാൻ അവകാശം ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ശ്രീനിജനല്ല, എനിക്കിതിന് ഡിഫമേഷൻ കേസ് കൊടുക്കുന്ന ആരെക്കുറിച്ചും ഞാൻ പരാതിപ്പെടില്ല. കാരണം അവരുടെ നിയമപരമായ അവകാശമാണ്. ശ്രീനിജനെ പോലെ അധികാരമുള്ള, പവറുള്ള, വളരെ സ്വാധീനമുള്ള ഒരാൾ ജാതീയത പറയാതിരുന്നിട്ടും പറഞ്ഞിരുന്ന് പറഞ്ഞ് ദുരുപയോഗിക്കുമ്പോൾ ഇതിന് ക്ഷീണമുണ്ടാകുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സാധാരണ മനുഷ്യർക്കാണ്. അതിനാണ് എനിക്ക് വിഷമം. പട്ടികജാതി പട്ടികവർഗപ്പെട്ട സാധാരണ മനുഷ്യരെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുമ്പോൾ അതിനെ പോലും ജനങ്ങൾ അംഗീകരിക്കാത്ത തരത്തിൽ ദുരുപയോഗം വരും. അതുകൊണ്ട് ഈ ദുരുപയോഗത്തിനെതിരെ നിയമം വേണം. പക്ഷെ ആ നിയമം ദുരുപയോഗിക്കുന്നവർ, അതായത് പട്ടികജാതിക്കാർക്കെതിരെയുള്ള നിയമം വേണം. പക്ഷെ ആ നിയമം ദുരുപയോഗിക്കുന്നവർക്ക് മേൽ നടപടി ഉണ്ടായാൽ മാത്രമേ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഗുണമുണ്ടാവൂ. ഇതാണ് എന്റെ നിലപാട്. അപ്പോൾ ഏതായാലും ഭാവിയിൽ ഷാൻസ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഈ കേസ് നാളെ നിയമ വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു പഠന വിഷയമായി മാറുകയും നമ്മുടെ നിയമത്തിൻ്റെ തന്നെ ഭാഗമായി മാറുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണല്ലോ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് സുപ്രധാനമായ പല കാര്യങ്ങളും അഡ്രസ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞത്, ഒരാൾ ഒരു പട്ടികജാതിക്കാരനാണ് എന്നതുകൊണ്ട് മാത്രം അയാൾക്കെതിരെ ഉണ്ടാവുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഈ നിയമത്തിന് പരിധിയിൽപ്പെടില്ല എന്നുള്ള സുപ്രധാനമായ തീരുമാനം. രണ്ടാമത്തേത്, നിങ്ങൾ SC/ST സെക്ഷൻ 18 ബാർ ഉണ്ട് എന്നതിന്റെ പേരിൽ ജില്ലാ കോടതികൾ ജാമ്യം നിഷേധിക്കരുത് എന്നത്. അപ്പൊ ജില്ലാ കോടതിക്ക് വേണമെങ്കിലും ഇനി സ്പെഷ്യൽ കോടതിക്ക് വേണമെങ്കിലും എവിഡൻസ് ഇല്ലെങ്കിൽ ജാമ്യം കൊടുക്കാം. ഇതുവരെ ജാമ്യം കൊടുക്കുമായിരുന്നില്ല. ആ ജാമ്യം കൊടുക്കുമ്പോൾ നമ്മുടെ സുദർശൻ നമ്പൂതിരി, സുമേഷ് മാർക്കപ്പോളി, നമ്മുടെ TP നന്ദകുമാർ, സൂരജ് പാലക്കാട്ടും ഒക്കെ ജയിലിൽ കിടന്നത് ഈ ഒരു അട്രോസിറ്റി ആക്ടിന്റെ ഭാഗം. എനിക്ക് ആ കേസിന്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല, എനിക്ക് അറിയത്തുമില്ല. പക്ഷെ അന്നും ഈ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് ഈ കേസിന്റെ മെറിറ്റ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രീമാ ഫേഷ്യ, പ്രഥമ ദൃഷ്ടിയ കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇതിന്റെ ആദ്യത്തെ ജഡ്ജിക്ക് കിട്ടുകയാണ്. അതായത് SC/ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസ് എടുക്കുന്നു. ഈ കേസിന് ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത്, മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യം ചെല്ലുന്നത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിന്റെ അടുത്താണ്. ഈ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിനെ ഒരു കാര്യം ചെയ്യണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പരിശോധിക്കണം. എന്നിട്ട് ഇത് പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കണം.
ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ ജാമ്യം നിഷേധിക്കാം. ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ജാമ്യം കൊടുക്കണം പ്രഥമ ദൃഷ്ടിയാണ്. ഇതാണ് ഏറ്റവും സുപ്രധാന രണ്ടാമത്തെ ഇതിന്റെ ഒരു സുപ്രീം കോടതി വിധിയുടെ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. പ്രഥമ ദൃഷ്ടിയ കുറ്റകൃത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നേരത്തെ ജാമ്യം നിഷേധിക്കണമായിരുന്നു. ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ കുറ്റകൃത്യം ഉണ്ടെങ്കിൽ മാത്രമേ ജാമ്യം നിഷേധിക്കാൻ പാടുള്ളൂ. ഒരു കാര്യം കൂടി കോടതി അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനും രാജ്മോഹനും തമ്മിൽ തർക്കമുണ്ടാകും. ഞാൻ പട്ടികജാതിക്കാരനാണ്, രാജ്മോഹൻ ഒരു നമ്പൂതിരിയാണ് അല്ലെങ്കിൽ ഒരു നായരാണ്. അപ്പൊ രാജ്മോഹൻ ഞാൻ പരാതി കൊടുക്കുന്നു. ഞാൻ പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് രാജ്മോഹൻ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ കേസെടുക്കുന്നു, തള്ളിക്കളയുന്നു. ഇവിടെയാണ് എന്റെ കേസ് സുപ്രീം കോടതി വളരെ രസകരമായി അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ രാജ്മോഹനെതിരെ കൊണ്ട് പരാതി കൊടുക്കുമ്പോൾ എന്റെ തെളിവ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ആരെങ്കിലും സാക്ഷികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ക്യാമറ ഉണ്ട്, ഇതൊക്കെയാണ് തെളിവ്. പക്ഷെ ഇവിടെ കോടതി പറയുന്നുണ്ട് കാലം മാറി എനിക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യത്തിന് സാക്ഷികൾ വേണ്ട. അപ്പൊ ഈ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വാർത്ത ചെയ്തതിന്റെ പേരിൽ, ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഒരു കുറ്റമുണ്ടായാൽ കോടതി അത് കേൾക്കണം. എന്നിട്ട് കോടതി തീരുമാനത്തിലെത്തണം ഇതിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റമുണ്ടോ ഇല്ലയോ. ഉദാഹരണത്തിന് ഞാൻ ശ്രീനിജിനെ വിമർശിച്ചതിൽ എവിടെയെങ്കിലും ജാതിയുടെ അംശമുണ്ടോ ഇല്ലയോ എന്ന് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് തീരുമാനിക്കാം, കേട്ടിട്ട് തീരുമാനിക്കാം, അല്ലെങ്കിൽ വായിച്ചിട്ട് തീരുമാനിക്കാം. എന്നിട്ട് പറയുകയാണ് ഇല്ല എങ്കിൽ ജാമ്യം കൊടുക്കണം. ഇതൊരു വളരെ കൃത്യമായ സന്ദേശമാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർ, വാർത്ത ചെയ്യുന്നവർ, വീഡിയോ ചെയ്യുന്നവരൊക്കെ പ്രതികളാക്കപ്പെടുമ്പോൾ ആ തെളിവ് അവിടെ ഉണ്ട്, നിഷേധിച്ചിട്ടില്ല. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ CD ഡ്രൈവിലുണ്ട്. അത് കണ്ടിട്ട് കോടതിക്ക് 10 മിനിറ്റ് മെനക്കെട്ടാൽ മതി. കണ്ടിട്ട് കോടതി കണ്ടെത്തുകയാണ് ഇതാ ജാതി പറഞ്ഞിരിക്കുന്നു. കോടതി കൃത്യമായിട്ട് എഴുതണം, ഇന്നയാൾ ഇന്ന വാക്കിൽ ജാതി പറഞ്ഞതുകൊണ്ട് ജാതി നിഷേധിക്കുന്നു. അതേസമയം ജാതി പറഞ്ഞിട്ടില്ല, അപ്പൊ കോടതിക്ക് ജാതി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നത് പറയും. ഈ ഒരു വലിയ മാറ്റമാണ്. നാളെ ആരെങ്കിലും ഒരാൾ ഒരു പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളെ വിമർശിച്ച് ഒരു വാർത്ത ചെയ്താൽ, ഒരു വീഡിയോ ചെയ്താൽ, അയാൾ കൊണ്ട് പരാതി കൊടുത്താൽ ഈ വീഡിയോ അല്ലെങ്കിൽ വാർത്ത കോടതി പരിഗണിക്കുകയും എന്നിട്ട് കോടതി തീരുമാനിക്കുകയും ചെയ്യുന്ന വലിയ വിപ്ലവകരമായ ഒരു പ്രഖ്യാപനം ഈ സുപ്രീം കോടതി വിധിയിലുണ്ട്. ഇത് ദുരുപയോഗം പൂർണ്ണമായും തടയുന്നതിന് കാരണമാകും. തീർച്ചയായും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാനിത് റിപ്പോർട്ടബിൾ കേസ് ആയതുകൊണ്ട് ഇനി നാളെ രണ്ടു തരത്തിലാണ് ഇതിന്റെ സാധ്യത. രാജ്യം മുഴുവൻ ഷാദിസ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധി, ഈ വിധി മാറ്റുന്നത് വരെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. 2 ജഡ്ജിമാരുള്ള ഒരു ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതിയിലെ ഏറ്റവും കുറഞ്ഞ ബെഞ്ചാണ് ഈ 2 ജഡ്ജിമാർ എന്ന് പറയുന്നത്. മൂന്നാമതൊരു ജഡ്ജി കൂടി ഉണ്ടാവാം, 5 ജഡ്ജാവാം, 7 ജഡ്ജാവാം, അതൊക്കെ ഭരണഘടനാ ബെഞ്ച്. ഈ മറ്റൊരു ബെഞ്ച്, അതായത് 3 ജഡ്ജിമാരോ അതിൽ കൂടുതലോ ജഡ്ജിമാരോ ഉള്ള മറ്റൊരു ബെഞ്ച് ഈ വിധി സെറ്റസൈഡ് ചെയ്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു വിധി പ്രഖ്യാപിക്കുന്നത് വരെ രാജ്യത്തെ നിയമം, ഈ വിഷയത്തിലെ നിയമം ഇതാണ്. അതായത് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതികളും, എല്ലാ മജിസ്ട്രേറ്റ് കോടതികളും, എല്ലാ സ്പെഷ്യൽ കോടതികളും ഈ വിധി പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഏതൊരാളും അവിടെ, നമുക്കറിയത്തില്ലാത്തപ്പം ബീഹാറിലോ അല്ലെങ്കിൽ ആസാമിലോ എവിടെയെങ്കിലും ഒരാൾ ഇതുപോലെ SC/ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച് അയാൾ ജാതി പറയാതെ അയാളുടെ പേരിൽ കേസെടുത്താൽ ഈ കേസായിരിക്കും അവർ കോടതിയിൽ പറയുന്നത്. അതായത് ആദ്യത്തെ വശം മജിസ്ട്രേറ്റ് കോടതി മുതൽ, പൊതുവെ മജിസ്ട്രേറ്റ് കോടതിയിലല്ല വരുന്നത്, സ്പെഷ്യൽ കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയില. ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുതൽ ഹൈക്കോടതി വരെ, സുപ്രീം കോടതി വരെ ഇനി ഇങ്ങനെ ഒരു കേസ് ഉണ്ടായാൽ ആ കേസിൽ ഈ കേസ് പരാമർശിക്കപ്പെടും. കൃത്യമായ വിധിന്യായത്തിലുണ്ടാവും, കൃത്യമായി ഹർജിയിലുണ്ടാവും. ഷാദിസ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നിവരെ കൃത്യമായി സൂചിപ്പിക്കപ്പെടും. അതായത് ഇന്ത്യയിലെ മുഴുവൻ നീതിന്യായ വ്യവസ്ഥയിലും ഇനി മുതൽ ഇത്തരം കേസുകളിൽ ഷാദിസ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഉണ്ടാവും. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇത് റിപ്പോർട്ടഡ് കേസാണ്. എല്ലാ നിയമപുസ്തകങ്ങളിലും ഏറ്റവും വലിയ നമ്മളിപ്പോ പറയുന്ന ഹരി സാൽവി അടക്കമുള്ളവർ വായിക്കുന്ന, സൂക്ഷിക്കുന്ന നിയമപുസ്തകത്തിൽ ഇനി ഈ കേസ് ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, എല്ലാ നിയമ കോളേജുകളിലും, LLB പഠിപ്പിക്കുന്ന കോളേജുകളിലും അടുത്ത സിലബസ് ഉണ്ടാകുമ്പോൾ ഈ കേസ് ഉൾപ്പെടുത്തും. കാരണം SC/ST അട്രോസിറ്റി ആക്ടിനെ കുറിച്ച് മാത്രം തന്നെ ഒരു സിലബസിലുണ്ട്. ആ നിയമം പഠിപ്പിക്കുമ്പോൾ അതിന്റെ അൾട്ടിമേറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമമാണ് ഏറ്റവും വലിയ നിയമം. ആ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിൽ
എന്തെങ്കിലും ഒരു വ്യത്യാസം സുപ്രീം കോടതി നിർദ്ദേശിച്ചാൽ അതാണ് നിയമം. ഇപ്പം IT ആക്ടിലെ 66A IT ആക്ടിലെ 66A എന്ന് പറയുന്ന വകുപ്പ് ഒരു 2016-ലോ 2015-ലോ 16-ലോ കണ്ടാണ് സുപ്രീം കോടതി റദ്ദാക്കുന്നത്. ഇത് ആർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് എടുക്കാവുന്ന ഇതായിരുന്നു. എന്റെ പേരിൽ അന്ന് 32 കേസെങ്ങാനുണ്ടായിരുന്നു. ആർക്കെതിരെ കേസെടുക്കുന്നത്. പക്ഷെ ഒരു പൂനെയിലുള്ള ഒരു നിയമ വിദ്യാർത്ഥിനി ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തു. സുപ്രീം കോടതി ആ നിയമമേ റദ്ദാക്കി. പാർലമെന്റ് പാസ്സാക്കിയ നിയമമല്ല സെക്ഷൻ 66A എന്ന് പറയുന്ന സെക്ഷൻ റദ്ദാക്കി. അതുകൊണ്ട് ആ നിയമം പിന്നെ വാലിഡ് അല്ല. പുസ്തകത്തിലുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഒറ്റ പ്രഖ്യാപനത്തിന് പുറത്താണ് എന്റെ പേരിലുള്ള എല്ലാ കേസുകളും ഞാൻ ക്വാഷ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് ഈ കേസ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട്, ഈ വിധി വന്നതുകൊണ്ട് ഇനി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് തന്നെയായിരിക്കും ഒരു റെഫറൻസ്. ഈ കേസിന്റെ ആധികാരികമായ അവസാനത്തെ തീർപ്പ് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിരിക്കുന്നത് ഈ പ്രത്യേകിച്ച് സെക്ഷൻ 18 സുപ്രധാനമായ വിധിയായി മാറും. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു വിധിയാണ്. വാസ്തവത്തിൽ ഞാൻ ഒരു കാര്യം കൺക്ലൂഡിംഗ് പോയിന്റ് ആയിട്ട് രാജ്മോഹനോട് പറയട്ടെ. ദൈവത്തിന്റെ പദ്ധതി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാം ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു, ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടായി, ഒരുപാട് അലയേണ്ടി വന്നു, ഒരുപാട് തവണ സ്ട്രെസ് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യർ അനാവശ്യമായി ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം അവസാനിപ്പിക്കാൻ ഞാൻ ഇങ്ങനെ ബലിയാടാവണം, ഞാൻ ഇങ്ങനെ നേതൃത്വം കൊടുക്കണം, ദൈവ പദ്ധതി കിട്ടും. അതുകൊണ്ടാണ് എനിക്ക് ഈ അർത്ഥത്തിൽ നമ്മൾ അൻവറിനോട് നന്ദി പറയണം. അൻവറായിരുന്നു ഇത് നേതൃത്വം കൊടുത്തത്. കാരണം പിണറായിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അൻവർ ഇതിന് നേതൃത്വം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു കേസ് ഉണ്ടാവുമായിരുന്നില്ല. ഇങ്ങനൊരു കേസ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു വിധി ഉണ്ടാവുമായിരുന്നില്ല. ഇങ്ങനൊരു വിധി ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്നും രാജ്യത്ത് നാനാഭാഗത്തും ആയിരക്കണക്കിന് നിരപരാധികൾ ഈ നിയമത്തിന് ഇരയാകുമായിരുന്നു. അപ്പം ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിരപരാധികളായ അനേകം മനുഷ്യരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം എന്നോട് പറഞ്ഞു, നീ അനുഭവിക്കൂ എന്ന് പറഞ്ഞ് ചുമതലപ്പെടുത്തിയതാണ്. ഞാൻ അനുഭവിച്ചതിന്റെ ഫലം ഈ രാജ്യത്തിനാണ്, സാധാരണ മനുഷ്യർക്കാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചുരുക്കത്തിൽ നമ്മളെ ദ്രോഹിക്കാൻ, ഉപദ്രവിക്കാൻ ഇറങ്ങിയ എല്ലാവരും കൂടെ ചേർന്ന് ഈ നാട്ടിൽ ഒരുപാട് പേരെ രക്ഷിക്കാനുള്ള വഴി തുറന്നു കൊടുത്തു എന്നുള്ളതാണ് ചുരുക്കം. തീർച്ചയായും അവർ അങ്ങനെ ഒരുമിച്ച് ഉപദ്രവിക്കാൻ ഇറങ്ങി, വഴി തുറന്നു കൊടുത്തു. ഞാൻ ബലിയാടായി, ഇരയായി, ഞാൻ അതിനെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി മനുഷ്യർക്ക് വേണ്ടി എനിക്കൊരു എന്താ പറയുക നിമിത്തമായി, നമ്മളൊരു നിമിത്തം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം ഈ വിഷയത്തെ കുറിച്ചുള്ള സംശയങ്ങൾ പൂർണ്ണമായി മാറിയെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായും മാറി. കാരണം ഇത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ, നിയമം അറിയില്ലല്ലോ എനിക്ക്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ പേരുള്ള മറ്റു കേസുകൾ, ഇത്തരം നിയമ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്? അതായത് മറുനാടൻ മലയാളം തുടങ്ങിയ അന്ന് മുതൽ മറുനാടിന് വേണ്ടി പല കേസുകളുണ്ട്. ഈ കേസുകളൊന്നും അത്ഭുതപ്പെടുത്തേണ്ട കേസുകളല്ല. മറുനാടിനെതിരെ മാത്രമല്ല, മനോരമയ്ക്കെതിരെയും മാതൃഭൂമിക്കെതിരെയും ഏഷ്യാനെറ്റിനൊക്കെ ദേശാഭിമാനിക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ കേസുള്ളത്. സ്വാഭാവികം. ഇതെല്ലാം തന്നെ ഡിഫേമേഷൻ കേസായിരിക്കും. ഡിഫേമേഷൻ സിവിൽ കേസുമുണ്ട്, ക്രിമിനൽ കേസുമുണ്ട്. സിവിൽ കേസാണെങ്കിൽ നമ്മുടെ വാർത്ത വഴി ഒരാൾക്കുണ്ടാവുന്ന നഷ്ടം അയാൾ വാദിച്ച് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണം. നമ്മൾ പോവണ്ട വിചാരണ സ്റ്റേജ് വരെ. ക്രിമിനൽ കേസാണെങ്കിൽ ചാർജ് ചെയ്താൽ നമ്മൾ ജാമ്യം എടുക്കാൻ പോകണം, കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ പോകണം, പിന്നീട് വിചാരണയ്ക്ക് പോകണം. നമ്മൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കും. പക്ഷെ എന്നെ ഒരു കേസിലും ശിക്ഷിച്ചിട്ടില്ല, എന്നെ ഒരു കേസിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. കാരണം നമ്മൾ ഉത്തരമ ബോധ്യത്തോടെ തെളിവോടെ വാർത്ത കൊടുത്തിരുന്നത്. പരാതിക്കാരൊക്കെ ഇടയ്ക്ക് വെച്ച് പരാതി പിൻവലിച്ചുകൊണ്ട് പോകുന്നതാണ് പൊതുവെ കണ്ടുവരുന്നത്. കിംസ് ആശുപത്രി അടക്കം നിരവധി പ്രമുഖ സ്ഥാപനങ്ങൾ മറുനാടനെ പൂട്ടിക്കാൻ ഇറങ്ങി കേസ് പിൻവലിച്ചുകൊണ്ട് പോയി. അവർക്കറിയാം നമ്മുടെ തെളിവുണ്ടെന്ന്. കേരളത്തിലൊരു പ്രമുഖ ദിനപത്രം മറുനാടിന്റെ കേസ് കൊടുത്തിട്ട് 5-6 വർഷം കഴിഞ്ഞ് പിൻവലിച്ചു. അപ്പോഴാണ് അവർ അറിയുന്നത് തെളിവുണ്ടെന്ന്. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണ്. എന്നാൽ പോലീസ്, സർക്കാർ പോലീസിന്റെ സഹായത്തോടെ എന്നെ പൂട്ടാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ കഴിഞ്ഞ വർഷത്തെ കേസ് പരമ്പര ആരംഭിക്കുന്നത്. ആ കേസ് പരമ്പര വരുന്നതോടെ അനേകം കേസുകൾ ജാമ്യമില്ലാ വകുപ്പിൽ ഉണ്ടാവുന്നു. ഡിഫമേഷൻ കേസല്ല. അതിന് ആദ്യത്തെ കേസായിരുന്നു ഈ അട്രോസിറ്റി ആക്ട് അനുസരിച്ച്. അതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ കേസ് ഇപ്പോഴും ഉണ്ട്. സുപ്രീം കോടതി ജാമ്യം നൽകിയിട്ടുള്ളൂ. കേസുണ്ട്. പക്ഷെ അതിന് വേണമെങ്കിൽ ഹൈക്കോടതി പോയി കോഷ് ചെയ്യുകയോ ബാക്കി നടപടികൾ ചെയ്യുകയോ. പക്ഷെ എന്തായാലും ഈ കേസിൽ നിലനിൽക്കത്തില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് ആ കേസിന് ഭാവി. പക്ഷെ ഇത് നടക്കാതെ വന്നപ്പോൾ അൻവറിന്റെ പരാതിയിൽ ഒരുപാട് കേസ് വേറെ എടുത്തു. വയർലെസിന്റെ പേരിൽ തന്നെ 4-5 പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. ഈ കേസുകളെല്ലാം തന്നെ ജാമ്യം എടുത്തിട്ടുണ്ട്. അതായത് കേസ് കോടതിയിലുണ്ട്, നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് നാളെ ഒരു സുപ്രഭാതത്തിൽ ആ കേസിന് വിചാരണ പൂർത്തിയായി എന്നെ കുറ്റവിമുക്തനാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തുടരുകയാണ്.
അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള കേസുകളുണ്ട്. ഈ കേസുകളൊക്കെ തുടർന്ന് നടപടിക്രമം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് ബാക്കി ചെയ്യണം. അതെല്ലാം മാധ്യമ സ്ഥാപനത്തിൽ ഉള്ളതുപോലാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് സർക്കാരിനെ ജയിലിൽ അടച്ചുകൊണ്ട് മറുനാടിനെ നിശബ്ദനാക്കാനും പൂട്ടാനുമുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നടത്തിയത്. അത് ഇപ്പോഴും വിട്ടിട്ടില്ല. അതുകൊണ്ടായിന്ന് വരാം. പക്ഷെ അവസാനത്തിൽ നമ്മളെ ജയിക്കത്തുള്ളൂ. കാരണം നിയമപരമായി നമ്മളെല്ലാം ചെയ്യുന്നത് തെളിവുകൾ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഒരു പ്രശ്നം ചെലവാണ്. വലിയ തോതിൽ ഇതിനൊക്കെ എക്സ്പെൻസ്. സുപ്രീം കോടതി പോയി കേസ് നടത്തുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മൾ പോകാൻ കഴിയുന്നത്രയും കാലം മുമ്പോട്ട് പോവുക എന്നതാണ്. സത്യമേ ജയിക്കൂ എന്നതിന് തെളിവാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് ഞാൻ. സാധാരണക്കാരുടെ പ്രസ്ഥാനം പറഞ്ഞതാണ്. സത്യമേ ജയിക്കൂ എന്നതിന് തെളിവാണ് സുപ്രീം കോടതിയുടെ വിധി. അതുകൊണ്ട് നമ്മൾ അവസാന നിമിഷം വരെ പോരാടും. ആകെ ആശങ്ക സാമ്പത്തിക പ്രതിസന്ധി അടക്കമുണ്ടാവും എന്നത് മാത്രമാണ്. കാരണം ഇവരിങ്ങനെ ശ്വാസം മുട്ടിക്കുമ്പോൾ എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന പ്രശ്നമുണ്ട്. എന്തായാലും ദൈവം കാത്തുകൊള്ളും, സത്യം കാത്തുകൊള്ളും എന്ന് കരുതുന്നു. താങ്ക് യു. നന്ദി.